അർജുനന്റെ അമ്പുകളേറ്റ് തൻ്റെ വത്സലപുത്രനായ വൃഷസേനൻ മൃതിയടഞ്ഞത് കണ്ടപ്പോൾ കർണന്റെ കണ്ണുകൾ കണ്ണുനീർക്കയങ്ങളായി. അവൻ തെല്ലുനേരം നിശബ്ദമായി നിന്നു. അവൻ്റെ ഭാവം പകർന്നു. മുഖത്ത് കാഠിന്യം പരന്നു. അവൻ സിംഹഗർജനം പോലെ ആക്രോശിച്ചു, ശല്യ, എൻ്റെ തേര് അർജുനന്റെ നേർക്ക് വിടൂ. അവൻ്റെ ശബ്ദത്തിൽ അർജുനനെ കൊന്നേ അടങ്ങൂ എന്ന ദൃഢനിശ്ചയം പ്രകടമായിരുന്നു. ശല്യൻ അർജുനരഥം നോക്കി തേർ നയിച്ചു. കർണൻ അർജുനനോട് എതിർക്കുവാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ കൗരവപ്പടയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ശംഖുവിളികളും ഭേരീനാദവും ഉച്ച അട്ടഹാസങ്ങളും മുഴങ്ങി. ശ്വേതവർണ്ണങ്ങളായ കുതിരകളെ പൂട്ടിയ തേരിൽ അമാനുഷ പ്രഭാവത്തോടെ അണയുന്ന രാധേയനെ കണ്ടപ്പോൾ കൃഷ്ണൻ പുഞ്ചിരി തൂവിക്കൊണ്ട് കിരീടിയോട് പറഞ്ഞു, ധനഞ്ജയ, പുത്രശോകാർത്ഥനായ കർണനതാ നിന്നോട് എതിർക്കുവാൻ വരുന്നു. അവൻ്റെ രഥവും വില്ലും ഇരിപ്പും ഭാവവും മറ്റും നീ കാണുന്നില്ലേ? യഥാർത്ഥത്തിൽ അവൻ അജയ്യനാണ്. ദേവാസുരന്മാർ ഒരുമിച്ച് വന്ന് എതിർത്താലും അവനെ ജയിക്കുവാൻ പ്രയാസമാണ്. അർജുന, നീ ധൈര്യം കൈക്കൊള്ളുക. പ്രഗത്ഭനായ കർണന്റെ ശരങ്ങളെ തടുക്കുവാനുള്ള ശക്തി നിനക്കല്ലാതെ മറ്റാർക്കുമില്ല. നീ ഇന്ന് കർണനെ കൊല്ലണം. അതിന് തയ്യാറായിക്കൊള്ളുക. അർജുനൻ പ്രതിവചിച്ചു. ഹേ മാധവ, പോരിൽ എനിക്ക് ജയം ഉറപ്പാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇന്നെൻ്റെ ശരങ്ങളേറ്റ് കർണൻ കൊല്ലപ്പെടും. ഈ ഭൂമി നിൽക്കുന്ന കാലത്തോളം ഘോരമായ ഇന്നത്തെ യുദ്ധത്തെ മാലോകർ പുകഴ്ത്തിപ്പാടും. മധുസൂദന, ഒട്ടും താമസിയാതെ എൻ്റെ രഥം കർണന്റെ നേരെ പായിക്കും. അർജുനരഥം കർണരഥത്തിന്റെ മുന്നിലെത്തി. കർണന്റെ ആനച്ചങ്ങല പതാകയും അർജുനന്റെ വാനര പതാകയും തമ്മിൽ കൂട്ടിമുട്ടി. ചുറ്റുപാടും രാജാക്കന്മാർ വിളിച്ചു പറഞ്ഞു, ഇതാ രണ്ട് സൂര്യന്മാർ ചേർന്ന് നിൽക്കുന്നു. കർണനും അർജുനനും പൗരുഷത്തിലും ബാഹുബലത്തിലും പുകഴ്ന്നവരാണ്. യുദ്ധത്തിൽ കാർത്തവീര്യനോടും ദാശരഥിയായ രാമനോടും തുല്യരാണ് രണ്ടുപേരും. വിഷ്ണുവിൻ്റെ വീര്യത്തിന് തുല്യമായ വീര്യമുള്ളവരും പോരിൽ മഹേശ്വര തുല്യന്മാരുമാണ് രണ്ടുപേരും. രണ്ടുപേരും ശ്വേതശ്വാരന്മാരാണ്. വലിയ തേരുള്ളവരാണ്. രണ്ടുപേർക്കും തേരിൽ സാരഥി അശ്വഹൃദയം അറിയുന്നവരാണ്. കൗരവപ്പട കർണന് ഹർഷമുണ്ടാക്കുമാറ് ഉത്കടമായി ശബ്ദം മുഴക്കി. അപ്രകാരം തന്നെ ധനഞ്ജയനെ പ്രോത്സാഹിപ്പിക്കുമാറ് പാണ്ഡവന്മാരും പെരുമ്പറ കൂട്ടുകയും ശംഖു വിളിച്ച് ദിഗന്ധങ്ങൾ മാറ്റുലിയൊള്ളിക്കുകയും ചെയ്തു. കർണന്റെ സഹായത്തിനായി ധാർത്തരാഷ്ട്രന്മാർ അവന്റെ ചുറ്റും വന്നു നിന്നു. ദൃഷ്ടദ്യുമ്നൻ തുടങ്ങിയ പാണ്ഡവ യോദ്ധാക്കൾ അർജുനന്റെ ചുറ്റും കൂടി. യുദ്ധം കണ്ടുകൊണ്ടു നിന്നവർ രണ്ടു പക്ഷമായി പിരിഞ്ഞു. ആകാശത്തപ്പോൾ ആക്ഷേപവും വിവാദവും നടന്നു. ചിലർ കർണനെയും മറ്റു ചിലർ അർജുനനെയും പ്രശംസിച്ചു. അർജുനൻ കർണനെ ജയിക്കട്ടെ എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ കർണൻ അർജുനനെ ജയിക്കട്ടെ എന്ന് സൂര്യൻ പറഞ്ഞു. ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും ആകാശത്തു വന്നു നിറഞ്ഞു. ദേവന്മാരും ഋഷികളും ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാരും ഭൂമിയുമെല്ലാം അർജുനപക്ഷപാതികളായി. അസുരന്മാരും ആകാശവും നക്ഷത്രങ്ങളുമെല്ലാം കർണപക്ഷം സ്വീകരിച്ചു. കൗരവ പാണ്ഡവ പക്ഷപാതം ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ബാധിച്ചതുപോലെയായി. അർജുനൻ ജയിക്കുമെന്നും കർണൻ മരിക്കുമെന്നും ബ്രഹ്മദേവനും ഇന്ദ്രനും പറഞ്ഞു. അതോടെ അർജുന പക്ഷക്കാർക്ക് പ്രാബല്യം വർദ്ധിക്കുകയും ചെയ്തു. രണ്ട് ആദിത്യന്മാരോ രണ്ട് മഹാമേരുകളോ രണ്ട് സമുദ്രങ്ങളോ ഒന്നിച്ചേറ്റുമുട്ടുന്നത് പോലെയായിരുന്നു കർണനും അർജുനനും കൂടി ഏറ്റുമുട്ടിയത്. കർണൻ അതുവരെ എടുത്തിട്ടില്ലാത്ത പരശുരാമൻ നൽകിയ വിജയം എന്ന വില്ലെടുത്ത് അതിൽ ഭാർഗവാസ്ത്രം തൊടുത്തുവിട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു ശരം കർണൻ അയച്ചുകൊള്ളെങ്കിലും 100,000 ശരങ്ങളും പാണ്ഡവപ്പടയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ വർഷിക്കുവാൻ തുടങ്ങി. അർജുനന് മനസ്സിലായി കർണൻ ഭാർഗവാസ്ത്രമാണ് അയച്ചതെന്ന്. അവനതിനെ തൻ്റെ ഗാണ്ഡീവത്തിൽ നിന്നു തന്നെ അമ്പുകൾ അയച്ച് തടുക്കുകയും കർണന്റെയും കൗരവപ്പടയുടെയും നേർക്ക് അസ്ത്രങ്ങൾ ചൊരിയുകയും ചെയ്തു. ആദിത്യരശ്മികളെ ആവരണം ചെയ്യത്തക്കവണ്ണമായിരുന്നു അവരുടെ അസ്ത്രപ്രയോഗം. ആകാശവും ഭൂമിയും ഒരേപോലെ ഇരുട്ടായി കഴിഞ്ഞു. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്തവണ്ണം ഘോരമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർണൻ പെട്ടെന്ന് ശല്യനോട് യോജിച്ചു. ശല്യ, അർജുനൻ എന്നെ പോരിൽ കൊന്നാൽ ഭവാൻ എന്തു ചെയ്യും? ശല്യൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു, കർണ, നിന്നെ പോരിൽ അർജുനൻ കൊന്നാൽ ഞാൻ ഒറ്റത്തേരാൽ മാധവാർജുനന്മാരെ കൊല്ലും. ഇത് സത്യമാണ്. അതുപോലെ തന്നെ അർജുനൻ ഗോവിന്ദനോട് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അർജുന, ആദിത്യൻ സ്വസ്ഥാനത്ത് നിന്ന് വീണുപോയേക്കാം. ഭൂമി പൊട്ടിത്തകർന്നേക്കാം. അഗ്നി തണുത്തു വിറഞ്ഞിലേച്ചേക്കാം. എന്നാലും കർണൻ നിന്നെ കൊല്ലുകയില്ല. അർജുന, അങ്ങനെ വല്ലതും സംഭവിച്ചാൽ കർണനെയും ശല്യനെയും ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ കൊന്നുകളയും. അർജുനൻ ഇത് കേട്ടപ്പോൾ ചിരിച്ചു. അവൻ പൂർവാധികം ഉന്മേഷത്തോടെ അസ്ത്രങ്ങൾ എയ്യുവാൻ തുടങ്ങി. കർണനും ഒപ്പത്തിനൊപ്പം ബാണങ്ങൾ എയ്യുന്നുണ്ട്. അവർ പലവിധത്തിലുള്ള ദിവ്യാസ്ത്രങ്ങൾ പരസ്പരം പ്രയോഗിച്ചു. രണ്ടുപേരിൽ ആർക്കാണ് ജയപരാജയമെന്ന് നിർണയിക്കുവാൻ കഴിയാത്ത വിധം ഇരുവരും ശരങ്ങൾ ഉതിർത്തുകൊണ്ടേയിരുന്നു. ഇരുവിഭാഗത്തിൽപ്പെട്ട കാലാൾപ്പടയും
ആനയും കുതിരയുമെല്ലാം ചത്തു വീണുകൊണ്ടേയിരുന്നു. അന്നേ വരെ അർജുനൻ കേമനായിരുന്നുവെങ്കിൽ യുദ്ധത്തിൻ്റെ 17-ാം ദിവസത്തിൽ തുല്യന്മാരായിട്ടാണ് അവർ പോരാടിയത്. ഉടനെ ദുര്യോധനൻ, അശ്വത്ഥാമാവ്, കൃപൻ, കൃതവർമാവ്, ശകുനി എന്നിങ്ങനെ 5 മഹാരഥന്മാർ കർണനോടൊപ്പം ചേർന്ന് അർജുനനെയും കൃഷ്ണനെയും എതിർത്തു. അവർ ഏതാനും ശരങ്ങൾ കൃഷ്ണാർജുനന്മാരുടെ ശരീരത്തിൽ കൊള്ളിക്കുകയും ചെയ്തു. എന്നാൽ ദൃഢചിത്തനായ അർജുനൻ അവരോട് ഏൽക്കുകയും അവരുടെ തേരും കുതിരയുമെല്ലാം തകർക്കുകയും ചെയ്തു. അവർ വിരഥന്മാരായി പിന്നിലേക്ക് ഓടിപ്പോയി. അപ്പോഴും കർണൻ ആവേശത്തോടെ അമ്പുകൾ അയച്ചുകൊണ്ടേയിരുന്നു. ഈ അവസരത്തിൽ അശ്വത്ഥാമാവ് ദുര്യോധനനെ വിളിച്ചു മാറ്റി നിർത്തി പറഞ്ഞു, പ്രഭു, അങ്ങയോടുള്ള സൗഹൃദം കൊണ്ടും ഞാൻ പറയുകയാണ്, ഭഗവാൻ പാണ്ഡവന്മാരോടുള്ള വൈര്യം അവസാനിപ്പിക്കുക. ഇന്ദ്രനെ വെല്ലുന്ന വിധത്തിലാണ് ഇന്ദ്രാത്മജൻ യുദ്ധം ചെയ്യുന്നത്. അവൻ അന്ധകനെയും വരുണനെയും കുബേരനെയും ഓളേക്കാൾ മീതെയാണ്. അവരെ ജയിക്കുക അസാധ്യമാണ്. ഞാൻ അവനെ സമാധാനിപ്പിക്കാം. അവനെൻ്റെ വാക്ക് തട്ടുകയില്ല. യുധിഷ്ഠിരൻ എല്ലാ ജീവജാലങ്ങൾക്കും ക്ഷേമത്തെ ചിന്തിപ്പിക്കുന്നവനാണ്. അദ്ദേഹത്തെ അടക്കുവാൻ പ്രയാസമില്ല. ഭീമനും മാതൃസൂതന്മാരും അദ്ദേഹം പറയുന്നത് അനുസരിക്കും. ഭഗവാൻ കർണനെ പിന്മാറ്റുക. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള വൈര്യമില്ലാതാക്കി ഇരുവരും ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കട്ടെ. ഇത് കേട്ടപ്പോൾ ദുര്യോധനന് അശ്വത്ഥാമാവിനോട് നീരസമാണ് തോന്നിയത്. കർണന്റെ ബാഹുബലത്തിൽ അമിതമായി വിശ്വസിച്ചിരുന്ന ദുര്യോധനന് ദ്രൗണിയുടെ വാക്കുകൾ സ്വീകാര്യമായില്ല. അവൻ പറഞ്ഞു, സ്നേഹിത, നീ പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ദുശാസനന്റെ മാറു പിളർന്ന് ചോര കുടിക്കുന്നത് ഞാൻ നോക്കി നിൽക്കേണ്ടി വന്നില്ലേ? അങ്ങനെയുള്ള ഭീമനോട് എനിക്കിനി സന്ധ്യയാവാൻ സാധ്യമല്ല. അവനെ കൊല്ലാതെ എൻ്റെ മനസ്സിന് ശാന്തി ലഭിക്കുകയില്ല. കർണനെ തടുക്കുവാൻ അർജുനന് കഴിയുകയില്ല. മഹാമേരുവിനെ വീഴ്ത്തുവാൻ മാരുതന് കഴിയുമോ? നീ പരിഭ്രമിക്കരുത്. ഇപ്പോൾ തീരും അർജുനന്റെ കഥ. അധികം താമസമില്ല, തീർച്ചയാണ്. ദുര്യോധനൻ ഉച്ചത്തിൽ കൗരവപ്പടയോട് വിളിച്ചു പറഞ്ഞു, ഭടന്മാരെ, നിങ്ങൾ എന്താണ് ശരം പിടിച്ചുകൊണ്ട് അടങ്ങി നിൽക്കുന്നത്? ഒത്തുപിടിച്ച് പരിശ്രമിക്കുവിൻ. പാണ്ഡവപ്പടയെ സംഹരിക്കുവിൻ. ദുര്യോധനൻ കൗരവപ്പടയുടെ മധ്യത്തിലേക്ക് പോയി. അശ്വത്ഥാമാവ് നിരാശനായി മുന്നണിയിലേക്ക് തന്നെ മടങ്ങി. അർജുനനും കർണനും തമ്മിലുള്ള യുദ്ധം അതിൻ്റെ പരമകാഷ്ഠയിലെത്തിയെന്ന് തന്നെ പറയാം. ബാണങ്ങളും പൊടിപടലവുമല്ലാതെ എങ്ങുമൊന്നും കാണുവാൻ വയ്യ. അസ്ത്രപ്രവാഹം കൊണ്ട് എല്ലായിടത്തും അന്ധകാരം വ്യാപിച്ചിരിക്കുകയാണ്. കർണൻ തൻ്റെ കഴിവുകൾ മുഴുവൻ എടുത്ത് പ്രയോഗിക്കുന്നു. എങ്കിലും ഒരമ്പ് പോലും അർജുന ശരീരത്തിൽ കൊള്ളിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അർജുനന് കർണനെയും ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. സവ്യസാചി ഉടൻ തന്നെ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു. അതെല്ലായിടവും മൂടി എരിഞ്ഞു ജ്വലിച്ചു. യോദ്ധാക്കളുടെ വസ്ത്രങ്ങൾക്ക് തീ പിടിച്ചു. അവർ പരിഭ്രമിച്ചോടി. കർണൻ പെട്ടെന്ന് വരുണാസ്ത്രം പ്രയോഗിച്ചു. ആകാശത്ത് കാർമേഘങ്ങൾ നിറഞ്ഞു. ഘോരമായ വർഷപാതവുമുണ്ടായി. ഭൂമിയിലേക്ക് ജലം പ്രവഹിച്ചു. അത് അഗ്നിയെ കെടുത്തു. ആകാശത്ത് മേഘങ്ങൾ നിറഞ്ഞ് ഭൂതലം കാണുവാൻ വയ്യാതെയായപ്പോൾ അർജുനൻ വായവാസ്ത്രം അയച്ച് മേഘങ്ങൾ ഓടിച്ചു. മഹേന്ദ്രാസ്ത്രമാണ് അർജുനൻ പിന്നീട് പ്രയോഗിച്ചത്. അപ്പോൾ അർദ്ധചന്ദ്രം, നാളീകം, നാരായം, വാരാഹകർണം തുടങ്ങിയ അസംഖ്യം വജ്രോഗോത്ര തീക്ഷ്ണങ്ങളായ ശരങ്ങൾ ഗാണ്ഡീവത്തിൽ നിന്ന് എതിരുവാൻ തുടങ്ങി. അവയിൽ ഏതാനും കർണന്റെ ശരീരത്തിൽ കൊള്ളുകയും ചെയ്തു. ദേഹത്ത് നിന്ന് രക്തം വാർന്നപ്പോൾ കർണൻ രോക്ഷാകുലനായി. ഭാർഗവാസ്ത്രം പ്രയോഗിച്ച് അർജുനന്റെ അസ്ത്രങ്ങളെ കൂട്ടത്തോടെ നുറുക്കിവിടുകയും ചെയ്തു. ഭാർഗവാസ്ത്രം പാണ്ഡവപ്പടയെയും വളരെ കഷ്ടപ്പെടുത്തി. അവരുടെ അനവധി യോദ്ധാക്കൾ ചത്തുവീണു. ഇത് കണ്ട് കൗരവർ ആർത്തു വിളിച്ചു. ഭാർഗവാസ്ത്രം അർജുനനെയും പാണ്ഡവപ്പടയെയും നശിപ്പിക്കുമെന്ന് എല്ലാവരും വിശ്വസിച്ചു. കർണൻ കി ജയ്, കർണൻ ജയ്. ബൽഗുണന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്ന ഭീമസേനൻ ഇത് കേട്ട് കൈഞ്ഞിരിച്ചുകൊണ്ട് അസഹ്യമായ കോപത്തോടെ അർജുനനോട് ചോദിച്ചു, പാർത്ഥ, ഞാൻ എന്താണ് ഈ കാണുന്നത്? നീ നോക്കി നിൽക്കെ കർണൻ എന്ത് പരാക്രമമാണ് കാണിക്കുന്നത്? നിന്റെ പഴയ വീര്യമൊക്കെ എവിടെ പോയി? കർണൻ നമ്മോടും ദ്രൗപദിയോടും കാണിച്ച ക്രൂരതയൊക്കെ നീ മറന്നുപോകും. നീ എന്താണിപ്പോൾ ഉപേക്ഷ കാണിക്കുന്നത്? ഉടൻ തന്നെ കർണനെ വധിക്കുക. അർജുനന്റെ ആലസ്യം മാറേണ്ടത് അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ട കൃഷ്ണനും അർജുനനെ ഉപദേശിക്കുവാൻ തയ്യാറായി. അദ്ദേഹം പറഞ്ഞു, അർജുന, നീ കിരാതം മൂർത്തിയായ രുദ്രനോട് ഏറ്റുമുട്ടിയപ്പോൾ കാണിച്ച ധൈര്യമൊക്കെ എവിടെ പോയി? നിന്റെ വില്ലിന് ശക്തി പോരെങ്കിൽ ഇതാ എൻ്റെ സുദർശനം തരാം. നീ കർണനെ കൊന്നു വീഴ്ത്തുക. ഭീമനും കൃഷ്ണനും പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ താൻ വേണ്ടതുപോലെ പോരാടുന്നില്ലെന്നെന്ന തോന്നൽ അർജുനനുണ്ടായി. അവൻ സടകുടഞ്ഞെഴുന്നേറ്റ് സിംഹത്തെ പോലെ കർമാങ്മുഖനായി. ഗാണ്ഡീവം ദ്രുതഗതിയിൽ ചലിച്ചു. അമ്പുകൾ അനവരതം പാഞ്ഞു. കൗരവ സൈന്യത്തിന് പോർക്കളത്തിൽ നിൽക്കുവാൻ വയ്യാത്ത നിലയിലായി. കർണന്റെ ശരീരത്തിൽ ശരങ്ങൾ തറച്ചു. ശല്യനെയും ചില ശരങ്ങൾ പീഡിപ്പിക്കുക തന്നെ ചെയ്തു. അങ്ങനെയിരിക്കെ ഗാണ്ഡീവത്തിൻ്റെ ഞാൺ പൊട്ടി. അത് വലിച്ചു കെട്ടുന്നതിനിടയിൽ കർണൻ അർജുനരഥത്തെ ബാണങ്ങൾ കൊണ്ട് പൊതിഞ്ഞു.
അതിവേഗത്തിൽ ഞാൻ കിട്ടിക്കഴിഞ്ഞ അർജുനൻ വീണ്ടും ബാണങ്ങളയച്ച് കർണബാണങ്ങളെ തട്ടിത്തെറിപ്പിക്കുകയും കർണന്റെ മേൽ ബാണങ്ങൾ ചൊരിയുകയും ചെയ്തു. പോർക്കളത്തിൽ എവിടെയും ആരും യുദ്ധം ചെയ്യുന്നില്ല. എല്ലാവരും കർണാർജുനന്മാരുടെ യുദ്ധത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ആകാശത്ത് നിന്നിരുന്ന ദേവന്മാർ അഭിവന്ദന വാക്കുകൾ പറഞ്ഞ് ഇരുവരെയും സന്തോഷിപ്പിച്ചു. ചില സമയങ്ങളിൽ കർണനും മറ്റു ചില സന്ദർഭങ്ങളിൽ പാർത്ഥനും മേലെയാണെന്ന് തോന്നത്തക്ക വിധത്തിൽ യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. നാഗപ്രമാണിയായ തക്ഷകന്റെ പുത്രനാണ് അശ്വസേനൻ. അർജുനൻ ഗാണ്ഡവനെ ദഹിച്ചപ്പോൾ അശ്വസേനനെ അവൻ്റെ അമ്മ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. എന്നാൽ മകനെ രക്ഷിക്കുവാൻ വേണ്ടി അമ്മയ്ക്ക് തൻ്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. അർജുനൻ അമ്മയെ വധിച്ചു. തന്മൂലം അശ്വസേനൻ അർജുനനോട് പകവെച്ച് പുലർത്തുകയും അവനെ വധിക്കുവാനുള്ള തക്കം പാർത്ത് കഴിയുകയുമായിരുന്നു. കർണനും അർജുനനും തമ്മിലുള്ള യുദ്ധം അതിൻ്റെ മൂർധന്യ നിലയിലെത്തിയപ്പോൾ ഇത് തന്നെ അർജുനനോട് പകപോക്കുവാൻ പറ്റിയ അവസരമെന്ന് കരുതി അശ്വസേനൻ പാതാളത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. സാവധാനം ഇഴഞ്ഞു ചെന്ന് ബാണത്തിൻ്റെ ആകൃതിയിൽ കർണന്റെ ആവനാഴിയിൽ കയറി ഒരു ബാണമായി തീരുകയും ചെയ്തു. യുദ്ധം ഘോരഘോരമായി നടക്കുകയാണ്. അർജുനനും കർണനും കുറേശ്ശെ തളർന്നിരുന്നു. വാനിൽ നിന്ന് അപ്സര സ്ത്രീകൾ ആലവട്ടം വീശി. ഗന്ധർവന്മാർ ചന്ദനച്ചാർ തളിച്ചു. ശക്രനും അർക്കനും അജ്ഞാത കരങ്ങൾ കൊണ്ട് തങ്ങളുടെ പുത്രന്മാരുടെ വിയർപ്പ് പൊടിഞ്ഞ മുഖം തുടച്ചുകൊണ്ടേയിരുന്നു. പാർത്ഥബാണങ്ങളാൽ അഭിഭക്തനായ കർണൻ അർജുനന്റെ മേൽ പ്രാവീണ്യം നേടുവാനായി ഒറ്റയ്ക്കുള്ള അസ്ത്രങ്ങളിൽ ഏറ്റവും മാരകമായ നാഗാസ്ത്രം കിരീട നേർ കയക്കുവാൻ തീരുമാനിച്ചു. നാഗാസ്ത്രമായി രൂപം പ്രാപിച്ചിരുന്ന അശ്വസേനനെയാണ് അവൻ ആവനാഴിയിൽ നിന്ന് കയ്യിലെടുത്തത്. അവനത് അർജുനന്റെ കണ്ടത്തെ ലക്ഷ്യമാക്കി വില്ലിൽ തൊടുത്തു. ഇത് കണ്ടപ്പോൾ ശല്യൻ പറഞ്ഞു, കർണ, കണ്ടത്തെ ലക്ഷ്യമാക്കിയല്ല ഈ അമ്പെയ്തയുണ്ട്. നീ ഇത് അർജുനന്റെ മാറിനെ ലക്ഷ്യമാക്കി മാറ്റി തൊടുക്കില്ല. സൂതപുത്രൻ ശല്യനോട് കോപിച്ചുകൊണ്ട് ശടിച്ചു. 2 പ്രാവശ്യം അമ്പ് തൊടുക്കുക എന്നുള്ളത് കർണൻ ചെയ്യുകയില്ല. കർണൻ സർപ്പശരത്തെ വില്ലിൽ തൊടുത്ത് കർണാവരം വരെ ആഞ്ഞു വലിച്ച് അർജുനന്റെ നേർ കയച്ചു. ഉടനെ ദിക്കെല്ലാം ജ്വലിച്ചു. ഒരു കൊള്ളിമീൻ പോലെ അത് അർജുനന്റെ നേർക്ക് പാഞ്ഞു ചെന്നു. നാഗാസ്ത്രത്തിന്റെ ചീറിക്കുതിച്ചുള്ള വരവ് കണ്ടപ്പോൾ കൃഷ്ണൻ കാലുകൊണ്ട് ബലമായി തേർത്തട്ടിൽ അമർത്തി. കുതിരകൾ മുട്ടുകുത്തി. തേർ ഭൂമിയിലേക്ക് താണു. അപ്പോൾ കഴുത്ത് ലക്ഷ്യമാക്കി വന്ന നാഗാസ്ത്രം കിരീടിയുടെ കിരീടത്തിലാണ് കൊണ്ടത്. കിരീടം തെറിച്ചു വീണു. ദേവസദസ്സിൽ വെച്ച് ഇന്ദ്രൻ പുത്രന് നൽകിയ കിരീടമായിരുന്നു അത്. ഈ കിരീടം ധരിച്ചപ്പോൾ ദേവന്മാരെയെല്ലാം കിരീടി കിരീടി എന്ന് വിളിച്ചതുകൊണ്ട് അർജുനന് കിരീടി എന്ന് പേര് ലഭിച്ചത് അങ്ങനെയാണ്. ഇപ്പോൾ കിരീടയുടെ ശിരസിൽ നിന്നും വിശുദ്ധമായ സ്വർണ്ണമണി കിരീടം അശ്വസേനൻ എന്ന നാഗമസ്ത്രമായി വന്ന് തട്ടിത്തെറിപ്പിച്ചു. രത്നഖചിതമായ ആ കിരീടം വിഷാഗ്നിയേറ്റ് കത്തിയെരിഞ്ഞു. കിരീടമില്ലാത്ത കിരീടിയുടെ ശിരസ് ശൃംഖമടർന്നു വീണ പർവ്വതം പോലെ അനാർഷകമായി. അർജുനൻ ലവലേശം പരിഭ്രമിക്കാതെ വെള്ളപ്പട്ടുകൊണ്ട് മൂടി ചേർത്ത് കെട്ടി ശരപ്രയോഗം തുടങ്ങി. അർജുനനെ കൊല്ലുവാൻ കഴിയാത്തതിൽ കർണനേക്കാൾ കൂടുതൽ നിരാശയാണ് അശ്വസേനനുണ്ടായത്. അവൻ കർണന്റെ അടുത്ത് ഇഴഞ്ഞു ചെന്ന് തന്നെ ഒരിക്കൽ കൂടി അർജുനന്റെ നേർക്ക് ചാപത്തിൽ ചേർത്ത് അയക്കണമെന്ന് താൻ അർജുനനെ നിശ്ചയമായും കൊല്ലാമെന്നും അറിയിച്ചു. എന്നാൽ കർണൻ അതിന് അനുകൂലിച്ചില്ല. കർക്കശക്കാരനായ അവൻ പറഞ്ഞു, എടോ നാഗമേ, കർണൻ പടയിൽ മറ്റൊരാളുടെ സഹായം കൊണ്ട് ജയിക്കുവാൻ കൊതിക്കുന്നില്ല. പിന്നെ ഒരു ശരം 2 പ്രാവശ്യം തൊടുക്കുകയുമില്ല. നിന്റെ സഹായം കൂടാതെ തന്നെ ഞാൻ പാർത്ഥനെ കൊന്നുകൊള്ളാം. നീ പൊയ്ക്കൊള്ളുക. അശ്വസേനൻ അർജുനനോടുള്ള പക വർദ്ധിച്ചതേയുള്ളൂ. അവൻ അർജുനന്റെ നേരെ ഉൽക്ക പോലെ ഉൾക്കടമായി പാഞ്ഞു ചെന്നു. അത് കണ്ട് അർജുനൻ 6 ക്രൂരമ്പുകൾ വിട്ട് അവനെ അറുത്തു. അശ്വസേനൻ മരിച്ചു വീണു. ഉടൻ തന്നെ മഹാഭുജനായ കൃഷ്ണൻ തേരിൽ നിന്നിറങ്ങി. തൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് താണിരുന്ന രഥത്തെ പിടിച്ചുപൊക്കി പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്തു. ഈ തക്കം നോക്കി കർണൻ 10 ശരങ്ങൾ കൃഷ്ണന്റെ നേർ കയിച്ചു. അത് അർജുനൻ തടുത്തുകൊണ്ട് കൃഷ്ണന്റെ ശരീരത്തിൽ കൊണ്ടില്ല. പാർത്ഥൻ 10 വരാഹ കർണകൂരമ്പുകൾ കർണന്റെ നേർ കയ്തു. അത് കർണന്റെ മേൽ തറച്ചു. ശരീരം മുറിഞ്ഞ് ചോര വാർന്നപ്പോൾ അവൻ പുലിയെപ്പോലെ ചീറിക്കൊണ്ട് കൃഷ്ണന്റെ മേൽ 12ഉം അർജുനന്റെ മേൽ 90 ശരങ്ങളും അയച്ചു. അവയിൽ ചിലത് കൃഷ്ണന്റെയും അർജുനന്റെയും ശരീരത്തിൽ കൊള്ളുകയും ചെയ്തു. അത് കണ്ട് കർണൻ പൊട്ടിച്ചിരിച്ചു. കൃഷ്ണൻ ക്രുദ്ധനായി എന്താണതെന്നുള്ള അർത്ഥത്തിൽ അർജുനനെ തുറിച്ചു നോക്കി. ഈ നോട്ടം അർജുനനെ ചൊടിപ്പിച്ചു. അവൻ സർവശക്തികളും എടുത്ത് കർണനോടിടഞ്ഞു. 99 ശരങ്ങൾ കർണന്റെ നേർ കയച്ചു. കർണന്റെ വിചിത്ര രത്നങ്ങൾ പതിച്ച് സ്വർണ്ണക്കിരീടം തെറിപ്പിച്ചു. അവൻ്റെ കർണകുണ്ടലങ്ങൾ നിരത്തു വീഴ്ത്തി. അവൻ്റെ ചട്ട നിമിഷത്തിനുള്ളിൽ പാർത്ഥൻ പൊട്ടിച്ചു. വീണ്ടും 4 ബാണങ്ങൾ കൂടി അയച്ചു. അതേറ്റ് കർണൻ കാലുറയ്ക്കാതെ ആടി. വില്ലിൻ്റെ പിടുത്തം വിട്ടവൻ ആർത്തനായി നിന്നു. അതേറ്റ് കർണൻ വീണ്ടും അവശനായി. കർണൻ ഇപ്രകാരം അവശനായി നിൽക്കുന്നത് കണ്ടപ്പോൾ അർജുനന്റെ കോപം തണുത്തു. അവൻ നിഷ്ക്രിയനായി നിന്നു. ഉടനെ കൃഷ്ണൻ വെമ്പലോടെ പറഞ്ഞു, പാർത്ഥ, നീ എന്താണ് ഈ പ്രമാദം കാണിക്കുന്നത്? ബലം ക്ഷയിച്ച അണികളിൽ അല്പം പോലും കനിവ് കാണിക്കുവാൻ പാടില്ല.
വിരോധികളെ വ്യസനഘട്ടം നോക്കി വിദ്വാൻമാർ തകർക്കുന്നു. നിനക്ക് തെറ്റിപ്പോയി. നിന്റെ നിത്യവൈരിയായ കർണനെ തക്ക സന്ദർഭം കിട്ടുമ്പോൾ വിടുകയോ ഉടനെ അവനെ വധിക്കുക. ഇല്ലെങ്കിൽ അവൻ വീണ്ടും എഴുന്നേറ്റ് സമർത്ഥമായി എതിർക്കും. ശരി, അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ കർണന്റെ നേർക്ക് വീണ്ടും അസ്ത്രങ്ങൾ അയച്ചു. എന്നാൽ അപ്പോഴേക്കും ആലസ്യം വിട്ടുണർന്ന കർണൻ അർജുനാസ്ത്രങ്ങളെ വിജയകരമായി തടുക്കുക തന്നെ ചെയ്തു. കർണൻ 6 ശരങ്ങൾ കൃഷ്ണന്റെ നേർക്കും 10 ശരങ്ങൾ പാർത്ഥന്റെ നേർക്കും വർഷിച്ചു. അതൊക്കെ തടുത്തുകൊണ്ട് പാർത്ഥനും അമ്പുകൾ അയക്കുവാൻ തുടങ്ങി. യുദ്ധം വീണ്ടും ഉഗ്രമായി. അപ്പോഴാണ് ബ്രാഹ്മണന്റെ ആ പഴയ ശാപം കർണനെ ബലിക്കുവാൻ തുടങ്ങിയത്. കർണന്റെ രഥം ചലിക്കാതെയായി. അതിൻ്റെ ഇടത്തെ ചക്രങ്ങൾ ഭൂമിയിലേക്ക് താഴുവാൻ തുടങ്ങി. രഥം ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു. തൻ്റെ മരണം ആസന്നമായെന്ന് അവന് തോന്നി. അവൻ നടുങ്ങി. അവൻ തൻ്റെ വിധിയെ പഴിച്ചു. തൻ്റെ ധർമ്മത്തെ പാലിച്ചിട്ടും തന്നെ ധർമ്മം പാലിക്കുന്നില്ലെന്നുള്ള പറഞ്ഞ് ധർമ്മത്തെ അധിക്ഷേപിച്ചു. ഇത്രയുമൊക്കെ ആയിട്ടും കർണൻ ആത്മധൈര്യം നഷ്ടപ്പെട്ടിട്ടില്ല. അവൻ 3 ഉഗ്രമായ ശരങ്ങൾ കൃഷ്ണന്റെ കൈത്തണ്ടയിലെയ്തു. ഉടനെ അതുപോലെയുള്ള 17 ശരങ്ങൾ അർജുനൻ കർണന്റെ മേലെയ്തു. കർണൻ അത് മുഴുവൻ തടയുവാൻ കഴിഞ്ഞില്ല. ചിലത് അവൻ്റെ ശരീരത്തിൽ കൊണ്ടു. ഉടനെ കർണൻ ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. അർജുനൻ ഐന്ദ്രാസ്ത്രം കൊണ്ടതിനെ തടുത്തു. കർണൻ മൂർച്ചയേറിയ കൂരം പെയ്ത് അർജുനന്റെ ഞാണറുത്തു. അർജുനൻ ഞൊടിയിടയിൽ ഞാൻ കെട്ടി. കർണൻ അത് വീണ്ടും അറുത്തു. അർജുനൻ അത് വീണ്ടും കെട്ടി. അങ്ങനെ പല പ്രാവശ്യം കർണൻ ഞാൻ അറുക്കുകയും അർജുനൻ അത് കെട്ടുകയും ചെയ്തു. അർജുനൻ തിരിച്ച് കർണന്റെ ഞാൻ മറുത്തു. അത് കർണൻ ഉടൻ തന്നെ കെട്ടി വീണ്ടും വീണ്ടും അർജുനന്റെ നേർക്ക് അസ്ത്രം വർഷിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് കർണന്റെ രഥചക്രം വീണ്ടും ഭൂമിയിലേക്ക് താണു. അവന്റെ രഥം മറിഞ്ഞു വീഴത്തക്ക നിലയിൽ ചക്രം താണു കഴിഞ്ഞപ്പോൾ അത് പൊക്കിയെടുക്കുന്നതിനായി കർണൻ താഴത്തേക്ക് ചാടി. കർണന്റെ മുഖം ദീനത കൊണ്ട് വിവശമായിരുന്നു. അവൻ വലതു കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, പാണ്ഡവ, അല്പം ക്ഷമിക്കൂ. ഭൂമി ദൈവഗദ്യ ഗ്രസിച്ച എൻ്റെ രഥത്തിൽ ഇടത്തെ ചക്രം നീ കാണുന്നില്ലേ? പാർത്ഥ, നീചന്മാർ കാണിക്കുന്ന ദുർവാശി നീ കാണിക്കരുത്. പിന്തിരിഞ്ഞവൻ, ശരണം പ്രാപിക്കുന്നവൻ, യാചിക്കുന്നവൻ, ശസ്ത്രം വെച്ചവൻ, അമ്പ് തീർന്നവൻ, ചട്ടയില്ലാത്തവൻ, ആയുധം പോയവൻ എന്നിങ്ങനെയുള്ളവരിൽ ശൂരന്മാരായ സദ്വൃദ്ധന്മാർ ശസ്ത്രം പ്രയോഗിക്കാറില്ല. ധനഞ്ജയ, നീയാണെങ്കിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും യോഗ്യനായ സദ്വൃദ്ധനാണ്. അതുകൊണ്ട് താണുപോയ ഈ തേർചക്രത്തെ ഞാനൊന്ന് പൊക്കിയെടുക്കട്ടെ. തേരിൽ നിന്നിറങ്ങി നിൽക്കുമ്പോൾ എന്നെ തേരിൽ നിൽക്കുന്ന നീ എയ്യരുത്. കൃഷ്ണനെയും നിന്നെയും ഞാൻ ഭയപ്പെടുന്നില്ല. കൗന്ധേയ, ധർമ്മോപദേശമോർത്ത് അല്പം നീ ക്ഷമിക്കുക. അർജുനൻ ഇത് കേട്ടപ്പോൾ ഒന്നും പറഞ്ഞില്ല. കർണന്റെ നേർക്ക് അയക്കാനെടുത്ത അസ്ത്രം അയക്കാതെ മൗനമായി നിന്നതേയുള്ളൂ. കൃഷ്ണനാണ് കർണന് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, എടോ രാധേയ, ഭാഗ്യം തന്നെ. നീ ഇപ്പോൾ ധർമ്മത്തെപ്പറ്റി സ്മരിക്കുന്നുണ്ടല്ലോ. മിക്കവാറും നീചന്മാർ കഷ്ടത്തിൽപ്പെടുമ്പോൾ ദൈവത്തെ നിന്ദിച്ചു പറയും. തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ ഫലമാണെന്ന് വിചാരിക്കുകയേയില്ല. രാജസഭയിൽ ദ്രൗപദിയെ ഒറ്റ വസ്ത്രവുമായി സഭയിൽ വെച്ച് അധിക്ഷേപിച്ചപ്പോൾ നിനക്കെൻ്റെ ധർമ്മത്തെപ്പറ്റി ബോധമുണ്ടാകാഞ്ഞത്? അവളുടെ മുടി ചുറ്റിപ്പിടിച്ച് ദുശാസനൻ വലിച്ചിഴച്ചപ്പോൾ സന്തോഷിച്ചവനല്ലേ നീ? പാർത്ഥന്മാർ നശിച്ചു. നീ ഇനി വേറെ ഭർത്താവിനെ വരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഗജരാജകാമൈനിയായ പാഞ്ചാലിയെ നിന്ദിച്ച് സംസാരിച്ചപ്പോൾ നിന്റെ ധർമ്മബോധം എവിടെ പോയി? ചൂതുകളി അറിയാത്ത യുധിഷ്ഠിരനെ കള്ളച്ചൂത് കളിച്ച് ശകുനി ജയിക്കുന്നത് നോക്കി നിന്നപ്പോൾ നിന്റെ ധർമ്മം എവിടെ പോയി? ഭീമന് വിഷച്ചോറ് കൊടുത്തതും അവനെ പാമ്പിനെ കൊണ്ട് കഴിപ്പിച്ചതും നിന്റെ അറിവോടുകൂടി ആയിരുന്നല്ലോ. അന്ന് നിന്റെ ധർമ്മം എവിടെയായിരുന്നു? വനവാസം കഴിഞ്ഞ് 13ാമത്തെ ആണ്ടിൽ പാണ്ഡവർക്ക് രാജ്യം മടക്കി കൊടുക്കുന്നതിന് വിസമ്മതിച്ചവനല്ലേ നീ? അന്ന് നീ നിന്റെ ധർമ്മബോധം എവിടെ പോയി? പോർക്കളത്തിൽ അനേകം മഹാരഥന്മാർ കൂടിച്ചേർന്ന് അഭിമന്യുവിനെ വധിച്ചപ്പോൾ നിന്റെ ധർമ്മം എവിടെ പോയി? അതിലൊന്നും അധർമ്മമില്ല എങ്കിൽ പിന്നെ ഇപ്പോഴെന്തിനാണ് നീ തൊണ്ട വറ്റിക്കുന്നത്? ആ അധർമ്മമൊക്കെ ചെയ്തവനായാലും നിന്നെ ജീവനോട് വിടുകയില്ല. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് കർണൻ ലജ്ജിച്ച് തലതാഴി. അവൻ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. തേർചക്രം ഉയർത്തുന്നതുവരെ അർജുനൻ കാത്തു നിൽക്കുകയില്ലെന്ന് കർണന് ബോധ്യമായി. വെള്ളത്തിൽ മുങ്ങി മരിക്കുവാൻ പോകുന്നവൻ കച്ചിത്തുരുമ്പിൽ പിടിച്ചായാലും രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത് പോലെ ചാഞ്ഞു നിന്നിരുന്ന അവൻ്റെ തേരിലേക്ക് കർണൻ ചാടിക്കയറി. കർണൻ രണ്ടാമതും ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ അർജുനൻ അതിനെ തടഞ്ഞു. പിന്നീട് ആഗ്നേയാസ്ത്രവും വരുണാസ്ത്രവും വായുവാസ്ത്രവും എല്ലാം അവർ വീണ്ടും മാറി മാറി പ്രയോഗിച്ചു. കർണൻ അതിതീക്ഷ്ണങ്ങളായ ബാണങ്ങളെ തുരുതുരെ അയച്ചുകൊണ്ടേയിരുന്നു. അർജുനൻ അവയെല്ലാം തടുത്തുകൊണ്ട് പ്രത്യസ്ത്രങ്ങൾ അയക്കുകയുണ്ടായി. ഇതിനിടയ്ക്ക് ഉഗ്രമായ 2 ബാണങ്ങൾ ചട്ടം മുറിച്ച് അർജുനന്റെ ശരീരത്തിൽ കൊള്ളുകയും അർജുനൻ ആലസ്യപ്പെട്ട് തേർത്തരത്തിൽ ഇരിക്കുകയും ചെയ്തു. ഈ തക്കം നോക്കി കർണൻ തേരിൽ നിന്ന് ചാടിയിറങ്ങി. തേർചക്രം പൊക്കുവാനുള്ള ശ്രമം വീണ്ടും നടത്തി. എന്നാൽ അവനതിന് കഴിഞ്ഞില്ല. ആലസ്യപ്പെട്ട അർജുനനെ ശീതോപചാരങ്ങൾ കൊണ്ട് പെട്ടെന്ന് തന്നെ കൃഷ്ണൻ ഉണർത്തി. അദ്ദേഹം പറഞ്ഞു, പാർത്ഥ, ഉത്തമാസ്ത്രം എടുത്തെയ്യൂ. ദിവ്യാസ്ത്രം കൊണ്ട് ഈ ബലവാനെ ഇപ്പോൾ തന്നെ വീഴ്ത്തുക. അവൻ തേരിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ തല ഇറക്കണം.
ക്രുദ്ധനായ അർജുനൻ്റെ ഞരമ്പുകൾ രക്തം ഇരച്ചു കയറി. അവൻ്റെ മുഖത്തു നിന്നും തേജസ്സിൻ്റെ രശ്മികൾ പ്രസരിച്ചു. കണ്ടു നിന്നവർ അത്ഭുതപ്പെട്ടുപോയി. ആദ്യമായിട്ടാണ് പാർത്ഥനെ ഇത്രയും ക്രോധത്തോടെ കാണുന്നത്. വിജയൻ കർണൻ്റെ കൊടിയുടെ കമ്പകയർ അറുത്തു. ആനച്ചങ്ങലയുള്ളതും കർണൻ എന്നും വിഖ്യാതിയായി നൽകിയിരുന്നതുമായ അവൻ്റെ കൊടി മുറിച്ചു വീഴ്ത്തി. കാലദണ്ഡം പോലെയുള്ള ആഞ്ചലീകമെന്ന അസ്ത്രം അർജുനൻ ആവനാഴിയിൽ നിന്നെടുത്തു. ദേവാസുരന്മാരെ ജയിക്കുവാൻ പോകുന്നതും നിത്യവും പൂജിപ്പിക്കപ്പെടുന്നതും മഹാശക്തിയുള്ളതുമായ ആ ബാണം ഗാണ്ഡീവത്തിൽ തൊടുത്തു. മഹാസ്ത്രത്തോടെ അതിനെ ചേർത്ത് ഗാണ്ഡീവത്തെ ചെവിയറ്റം വലിച്ച് കർണനെ കൊല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർണൻ്റെ നേർ കയച്ചു. സൂര്യനെ പോലെ ശോഭിച്ച ആ ബാണം ആകാശവും ദിക്കുകളും പ്രകാശിച്ചുകൊണ്ട് കർണൻ്റെ ഖണ്ഡത്തിൽ തന്നെ തറച്ചു. പഞ്ചമഭാതിയിൽ പതിക്കുന്ന അരുണവർത്തത്തിലുള്ള ആദിത്യനെ പോലെ ഈ വീരപടനായകൻ്റെ തല നിലത്ത് വീണുരണ്ടുകയും ചെയ്തു. അതോടൊപ്പം ശിരസറ്റ് അവൻ്റെ ഉടലും ഉറുവിയിൽ പതിച്ചു. ശിരസറ്റ് ഭൂമിയിൽ പതിച്ച കർണൻ്റെ ദേഹത്തു നിന്ന് മഹത്തായ ഒരു തേജസ് അമ്പരത്തിലേക്ക് ഉയർന്ന് അരുണനിൽ ചെന്ന് ചേർന്നു. ഈ കാഴ്ച കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി. അർജുനൻ ദേവദത്തമെടുത്ത് ഉച്ചത്തിലൂതി. ഭീമൻ സിംഹഗർജനം മുഴക്കി. ഭൂമിയും ആകാശവും കുലുക്കി. കൈകൾ കൊട്ടി ചാടുകയും നൃത്തം വയ്ക്കുകയും ചെയ്തു. പാണ്ഡവ സൈന്യം ഹർഷാധ്വന്മത്വത്തോടെ ശംഖു വിളിച്ചു. ചിലർ നൃത്തം ചെയ്തു. മറ്റു ചിലർ തമ്മിൽ കെട്ടിപ്പിടിച്ച് ആർത്തു തുള്ളി. വീരശൂര പരാക്രമിയായ കർണൻ ശിരസറ്റ് ചോരയൊലിച്ച് മണ്ണിൽ കിടക്കുന്നു. ഈ കിടപ്പ് കണ്ടപ്പോൾ ശല്യൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടി. അദ്ദേഹം ധ്വജം മുറിഞ്ഞ രഥവുമായി മടങ്ങിപ്പോയി. കൗരവ യോദ്ധാക്കൾ കർണനെ കൊന്നതായി കണ്ടപ്പോൾ ഭയർത്താർത്തരായി പടക്കളം വിട്ട് ഓടുകയും ചെയ്തു. കർണൻ്റെ മരണവൃത്താന്തം കേട്ട് ഖിന്നയായി കണ്ണീരുമൊലിപ്പിച്ച് അവശനായി കിടക്കുകയാണ് ദുര്യോധനൻ. ശല്യൻ മടങ്ങിയെത്തിയ വിവരങ്ങളെല്ലാം വിശദമായി ദുര്യോധനനെ അറിയിച്ചു. അദ്ദേഹം തുടർന്നു, രാജാവേ, കർണനും അർജുനനും കൂടി നടത്തിയതുപോലെയൊരു യുദ്ധം ഒരിക്കലും എങ്ങും നടന്നിട്ടില്ല, ഇനി നടക്കുകയുമില്ല. പക്ഷേ ദൈവം നമ്മെ തുണച്ചില്ല. അതിനാൽ പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത്. ഏതായാലും അങ്ങ് വ്യസനിക്കരുത്, സമാധാനമായിരിക്കും. എത്ര ചിന്തിച്ചിട്ടും ദുര്യോധനന് ആശ്വാസം ലഭിച്ചില്ല. അർജുനനോടുള്ള അവൻ്റെ വിദ്വേഷം പതഞ്ഞു പൊങ്ങി. കർണനെ കൊന്ന അർജുനനോട് പക പോക്കണമെന്നുള്ള ആദ്യമമായ ആഗ്രഹം ദുര്യോധനൻ്റെ ശോകത്തെ തണുപ്പിച്ചു. അവനുടൻ തന്നെ ആവേശഭരിതനായ രഥത്തിൽ കയറി 25,000-ഓളം വരുന്ന ഭടന്മാരോടും അസംഖ്യം രഥികളോടും കൂടി പടക്കളത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. പാണ്ഡവ സൈന്യങ്ങളാരും പടക്കളത്തിൽ നിന്ന് പോയിരുന്നില്ല. ദുര്യോധനൻ സൈന്യാംഗങ്ങളോട് വരുന്നത് കണ്ടപ്പോൾ ഭീമന് സന്തോഷമായി. ദുര്യോധനനെ കൂടി വധിച്ച് കൗരവസേനയുടെ പരാജയം പൂർത്തിയാക്കുവാൻ കഴിയുമല്ലോ എന്നാണ് അവൻ കരുതിയത്. അവൻ വലിയ ഗതയുമായി തേരിൽ നിന്ന് താഴെ ഇറങ്ങി നിന്നു. ക്ഷണനേരം കൊണ്ട് കൗരവ സൈന്യത്തെ ആകെ അവൻ അടിച്ചുകൊന്നു. രഥികളെ മുഴുവൻ അർജുനനും അമ്പുകൾ കൊണ്ട് വീഴ്ത്തുകയും ചെയ്തു. എന്നിട്ടും ദുര്യോധനൻ തിരിഞ്ഞോടിയില്ല. അവൻ ഏകനായി പാണ്ഡവരോട് എതിർക്കുവാൻ സന്നദ്ധനായി നിന്നു. എന്നാൽ ഈ അവസരത്തിൽ ശല്യൻ നിന്ന് സമാധാന വാക്കുകൾ പറഞ്ഞ് അവനെ പിന്തിരിപ്പിച്ചുകൊണ്ടുപോയി. കൃഷ്ണൻ അർജുനനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, പാർത്ഥ, നീയും കർണനും കൂടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യുധിഷ്ഠിരൻ അത് കാണുവാനായി ഇവിടെ വന്നിരുന്നു. ശരപീഡിതനായിരുന്ന അദ്ദേഹം കുറച്ചു കഴിഞ്ഞപ്പോൾ ശിബിരത്തിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. നീ ഉടൻ തന്നെ അദ്ദേഹത്തെ പോയി കാണണം. കർണനെ വധിച്ചു വന്ന് ഉണർത്തിക്കണം. വളരെ കാലമായി അദ്ദേഹം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ അത്. അർജുനൻ സമ്മതിച്ചു. കൃഷ്ണനും അർജുനനും കൂടി ശിബിരത്തിലെത്തി. യുധിഷ്ഠിരൻ നിദ്രാലസ്യനായി കിടക്കുകയായിരുന്നു. കൃഷ്ണാർജുനന്മാർ ഉള്ളിൽ പ്രവേശിച്ച് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ തൊട്ട് വന്ദിച്ചു. രാജാവ് കണ്ണു തുറന്നു നോക്കി. കൃഷ്ണാർജുനന്മാരുടെ മുഖത്തെ അസാധാരണമായ ഹർഷവും ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളും കണ്ടപ്പോൾ കർണനെ കൊന്നിട്ടാണ് അവരെത്തിയിരിക്കുന്നതെന്ന് യുധിഷ്ഠിരന് ബോധ്യമായി. അദ്ദേഹം അവരെ പ്രേമപൂർവ്വം തഴുകുകയും ചെയ്തു. കൃഷ്ണൻ പറഞ്ഞു, കർണവധത്തെപ്പറ്റി വിശദമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു. ഉടൻ ധർമ്മപുത്രൻ കൃഷ്ണന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ, അങ്ങ് പാർത്ഥന്റെ സാരഥ്യം വഹിക്കുമ്പോൾ ഞങ്ങൾക്ക് എവിടെയാണ് പരാജയം? അങ്ങയുടെ സാമർഥ്യം കൊണ്ട് മാത്രമാണ് കർണൻ കൊല്ലപ്പെട്ടത്. അതിനുശേഷം യുധിഷ്ഠിരൻ കൃഷ്ണാർജുനന്മാരാൽ അനുഗതനായി പോർക്കളത്തിലെത്തി. മരിച്ചു കിടക്കുന്ന കർണന്റെ ശവശരീരം കണ്ടു. യജ്ഞാവസാനത്തിൽ കെട്ട അഗ്നി പോലെ അസ്തമിച്ച സൂര്യനെ പോലെ കിടക്കുന്ന കർണന്റെ വിച്ഛേദിക്കപ്പെട്ട ശിരസ് കണ്ടപ്പോൾ യുധിഷ്ഠിരൻ ആശ്വാസത്തോടെ ദീർഘനിശ്വാസം വിട്ടു. കഴിഞ്ഞ 13 വർഷമായി ഈ കർണനെ ഭയന്ന് ഞാൻ ഉറങ്ങിയിട്ട് ഇന്നെങ്കിലും സുഖമായി ഉറങ്ങാമല്ലോ, യുധിഷ്ഠിരൻ സമാധാനത്തോടെ പറഞ്ഞു. യുധിഷ്ഠിരനും സംഘവും കൈനിലകളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഇതോടുകൂടി മഹാഭാരതം കർണപർവം സമാപിച്ചിരിക്കുകയാണ്. അടുത്തത് മഹാഭാരതം ശല്യപർവമാണ്. തുടരും.